വിജയ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നിലവിളി തീരുന്നില്ല. രാഹുൽ ഗാന്ധി ഇപ്പൊ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി കിട്ടിയല്ലോ. അമേരിക്കയുടെ സുപ്രീം കോടതി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ റീനെഗോസിയേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കരാറിന് വേണ്ടി. എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം മിണ്ടുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. നമ്മൾ അതിന് കരാർ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്നാ മണ്ടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് BJP അപ്പുറത്ത് നിന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്തു തുടങ്ങി. അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ദേശീയ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, ഉദയഭാനു, 40 വയസ്സ്, പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 10 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് 4 ദിവസം റിമാൻഡിൽ വിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒളിവിൽ പോയിരിക്കുകയാണ്. AI സമ്മിറ്റിൽ വന്ന് തുണി ഉരി കാണിച്ചല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് വലിയൊരു തിരിച്ചടി ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് വലിയ വാർത്തയൊന്നും ആയില്ല, നമ്മുടെ കേരളത്തിൽ നിന്നും വലിയ വാർത്തയൊന്നും ആയില്ല. അത്യാവശ്യം ഒരു പ്രതിഷേധമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചാണ്, അപ്പൊ ഒന്നും നടന്നിട്ടില്ല. കേരളത്തിൽ ഇപ്പോ ഇലക്ഷന്റെ പിന്നാലെയാണ് എല്ലാവരും. അതൊന്ന്. ഇനി അടുത്തൊരു പ്രശ്നം ഇവിടെ കോൺഗ്രസ്സുകാർ വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ PM's new residential over 700 households in slums on race course road told to evacuate by March 8. ഇതാണ് അടുത്ത വലിയ വാർത്ത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ വസതി, ആ പുതിയ വസതിക്ക് അടുത്തുള്ള 700-ലധികം കുടുംബങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു വാർത്തയാക്കിയിട്ട് അവർ എടുക്കുന്നുണ്ട്. റേസ് കോഴ്സ് റോഡിലുള്ള ഭായറാം ക്യാമ്പ്, മസ്ജിദ് ക്യാമ്പ്, DID ക്യാമ്പ് എന്നിവിടങ്ങളിലെ താമസക്കാർ മാർച്ച് 6-നകം സ്ഥലം വിട്ടു പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ഭവന നഗരകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച നോട്ടീസിൽ പറയുന്നു. പ്രധാനമന്ത്രിയുടെ പുതിയ വസതിക്ക് അടുത്താണിവർ, ലോക് കല്യാൺ മാർഗിന് അടുത്താണിവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാതെയാണ് ഇവരെ ഒഴിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിപ്പോ ഒരു ഫാസിസമാണ്, രീതിയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. വലിയ ഫാസിസമാണ്. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നിലവിലത്തെ പ്രചാരണ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ട്രംപിന്റെ കാര്യം, പിന്നെ ഈ AI പോയി തുണിയുരി കാണിച്ചത്, പിന്നെ ഇപ്പൊ അതും ചീറ്റിപ്പോയപ്പോ ഇപ്പൊ മോദിയെ കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. മോദി ഇത്ര പേരെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വിഷയം പറയുന്നു. ഇവർക്ക് ഫ്ളാറ്റുകൾ പോലും കെട്ടിക്കൊടുക്കാതെയാണ് ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നതെന്ന് പറയുന്നു. പിന്നെ അടുത്തൊരു വിഷയം ഇവർ കൊണ്ടുവരാൻ പോകുന്നത് നല്ലൊരു യമണ്ടം വിഷയമാണ്. അത് നമുക്ക് കുറച്ച് പണിയുണ്ടാക്കുന്ന വിഷയമാണ്. അത് കർഷക പ്രക്ഷോഭം ഭോപ്പാലിൽ തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോ എന്റെ ബിജുചേട്ടാ, കർഷകന്മാരെന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കളാണ്. എല്ലാം തലയെക്കെട്ടും കെട്ടി വന്ന് നിൽക്കുന്ന എല്ലാം കോൺഗ്രസിന്റെ നേതാക്കളാണ്. കർഷക പ്രക്ഷോഭം ഭോപ്പാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഇത് കടുക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്താണ് ഈ കോൺഗ്രസിന്റെ പല നീക്കങ്ങളിൽ എല്ലാം തുടങ്ങി, എല്ലാം ചീറ്റി, ഇപ്പൊ ഈ ചേരി ഒഴിപ്പിക്കുന്ന ഈ സംഭവവും പിന്നെ ഈ കർഷക പ്രക്ഷോഭമാണ് അവരിപ്പോ ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെയെങ്കിലും കൊണ്ടെത്തിക്കാനായിട്ട് കോൺഗ്രസിന് പറ്റുമോ? എന്താണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധി വിജയിക്കും ഇത്തവണയെങ്കിലും? ഈ ചേരി ഒഴിപ്പിക്കുന്ന വാർത്ത വന്നപ്പോ എനിക്ക് ഈ മോദിയുടെ കാലത്ത് തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ കൂടി പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഈ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് നർമ്മദ പദ്ധതി കൊണ്ടിരുന്നത്. ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ. അന്ന് ഈ നർമ്മദാ നദിയുടെ കരകളിൽ താമസിക്കുന്നവരിടത്ത് ഒഴിയണം, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരാം എന്ന് അദ്ദേഹം പറയുകയും, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഇവരത് കേൾക്കുന്നില്ല. കാരണം ഇലീഗലായിട്ട് വന്നവർ അവിടെ താമസിക്കുന്നവരുണ്ട്, ഒരുപാട് പേര്. വന്നെല്ലാം കഴിഞ്ഞ് ഇവർ പറഞ്ഞ് ഞങ്ങൾ പരമ്പരാഗതമായി താമസിക്കുന്നതാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമുണ്ടാക്കി മേധാ പട്കർ ഒക്കെ അന്ന് സമരരംഗത്തേക്ക് ഇറങ്ങുകയും സമരം കത്തിക്കാളുകയും ഒക്കെ ചെയ്തു. അത് BJP ഒന്നും വലിയ ശക്തമായ സമയമല്ല. അന്ന് നരേന്ദ്രമോദി അതിനെ പൂട്ടിക്കിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡോക്യുമെന്റുമായിട്ട് വന്നേക്കൂ, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും പണവും ഞങ്ങൾ തരാം. മാറുന്നവർക്ക് അത് വേണമല്ലോ. ഡോക്യുമെന്റായിട്ട് ആരും വന്നില്ല. ഡോക്യുമെന്റ് ഇല്ലാത്തവരുടെ വീടൊക്കെ അന്നും പിറ്റേ ദിവസമായിട്ട് പൊളിച്ചു നീക്കി, ബാക്കിയുള്ളവർ പൊളിച്ചുകൊണ്ട് പോയി. ഇന്ന് നർമ്മദാ നദീതീരം ഗൂഗിൾ സെർച്ച് ചെയ്യാമെങ്കിൽ കാണാം. വളരെ മനോഹരമായ കൽപ്പടവുകളൊക്കെ കെട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റി. അതിൽ നിന്ന് പോയവർ, അതായത് ലീഗലായിട്ട് ഡോക്യുമെന്റ് ഉള്ളവർ അല്ലാത്തവരെയും എല്ലാം പിന്നീട് ഫ്ലാറ്റ് കെട്ടി, അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് ഫ്ലാറ്റ് കെട്ടിത്തരാം, മാറുന്നത്. അന്ന് കേട്ടില്ല. രണ്ടാമത്തെ സംഭവം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം, ശ്രീമാൻ യോഗി ആദിത്യനാഥ് UP വന്ന ശേഷം ഈ നമ്മുടെ വാരണാസി കാശി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഘട്ടുകളുണ്ടായിരുന്നു. ഘട്ടിലേക്ക് പോകാനുള്ള കോറിഡോർസ് ഉണ്ട്, അതായത് പാതകൾ. അത് കച്ചവടക്കാരൊക്കെ കൈയേറി പാതകൾ തരില്ല. അതേപോലെ മുസ്ലിം വ്യാപാരികളാണ് ഭൂരിപക്ഷം ഉള്ളത് വാരണാസി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു മസ്ജിദും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ വിട്ടുകൊടുക്കാഞ്ഞത്. അത് യോഗി ആദിത്യനാഥ് ഇതേ സ്റ്റൈൽ തന്നെയാണ് അവിടെയും എടുത്തത്. അദ്ദേഹം ആദ്യം ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കട കെട്ടിത്തരാം, നിങ്ങളതൊന്നും പൊളിച്ചുകൊടുത്ത് മാറ്റുന്നൊന്നുമില്ല, വീതി കൂട്ടണം, സ്വാഭാവികം. വീതി കൂട്ടുമ്പോൾ ഇത് കെട്ടിത്തരാം എന്ന് പറഞ്ഞു. ഇവർ സമ്മതിച്ചില്ല. വലിയ പ്രക്ഷോഭമായിരുന്നു, കേസായി, വഴക്കായി, അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പോയി.
യോഗി പറഞ്ഞു ശരി, നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റുമായിട്ട് വരൂ, നമുക്കിപ്പോൾ ബാക്കി നോക്കാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും പലർക്കും ഡോക്യുമെന്റ് ഇല്ല. പരമ്പരാഗതമായി പലർക്കും കൈമാറി കിട്ടിയ കടകളാണ്. രാജസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, പരമ്പരാഗതമായി അവിടെ അങ്ങ് സെറ്റിൽ ചെയ്ത് അവരുടെ ഡോക്യുമെന്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് കടകൾ അവസാനം അവര് മുമ്പോട്ട് വെച്ചു, ഒരു കാര്യം ചെയ്തോളൂ, പൊളിച്ചിട്ട് പക്ഷെ ഞങ്ങൾക്ക് തന്നെ കട തരണം. അവിടുന്ന് ഒരു കച്ചവടക്കാരനെയും പറഞ്ഞു വിട്ടില്ല. അവിടെ കെട്ടിയ കടകളെല്ലാം തന്നെ അവർക്ക് കൊടുത്തു. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കട ഒരു നിശ്ചിത പൈസ, ഇപ്പൊ എല്ലാം ഡോക്യുമെന്റ് ആയി. ഏത് കടയിൽ ആരാണെന്നും എങ്ങനെയാണെന്നും എല്ലാത്തിനും ഒരു ഡോക്യുമെന്റ് ആയി. കട അവിടെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയി. അപ്പം ഇതിന് സമാനമായിട്ട് തന്നെ ദില്ലിയില് നമ്മൾ മുൻപ് കണ്ടിരുന്ന ഒരു കാഴ്ച, പഴയകാല ദില്ലിയുടെ തെരുവോരങ്ങളുടെ ചിത്രങ്ങളൊക്കെ അനവധി തവണ നമ്മുടെ വിഷ്വൽ മീഡിയാസ് കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചാനലുകളും മറ്റും കണ്ടിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മുമ്പ് കാശ്മീർ പണ്ഡിറ്റുകൾ ഉൾപ്പെടെ വലിയ ടെന്റുകൾ കെട്ടി അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഒരുപാട്. ദില്ലി എന്ന് പറഞ്ഞാൽ ടെന്റുകളുടെ ഒരു കൂമാരവും റോഡ് സൈഡിൽ കിടക്കുന്നവരുടെ ഒരു വലിയ നീണ്ട നിരയുമായിരുന്നു സാധാരണഗതിയിൽ പുറത്തു വന്നുകൊണ്ടിരുന്ന പിച്ചിറങ്ങി. ഇന്നത് ഒരുപാട് മാറിയിരിക്കുന്നു. ചേരി നിർമ്മാർജ്ജനം ഒരു വലിയ പോളിസിയാക്കി എടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നിരുന്നു. നമ്മുടെ അൽഫോൺസ് കണ്ണന്താനമൊക്കെ അദ്ദേഹം ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ദില്ലിയിലെ ചേരി നിർമ്മാർജ്ജനം തുടങ്ങി വെച്ചത്. അപ്പൊ ആദ്യത്തെ സംഭവം അല്ല ഇത്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കണ്ണന്താനം ഈ ഒരു പദവിയിൽ ഇരിക്കുന്നത്, ബി ജെ പിയുടെ കാലത്തൊന്നുമല്ല. ബി ജെ പിയുടെ കാലത്താണ് അദ്ദേഹം പാർട്ടി വരുന്നത്. അപ്പോ ഈ വരുന്ന ഒരു കാര്യം, അപ്പം ഇത്തരത്തിൽ അവിടെ ഒരു ചേരി നിർമ്മാർജ്ജനമുണ്ട്. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളും അവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം കൊടുത്തു, സ്ഥലം കണ്ടെത്തി കൊടുത്തു. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഓഫീസ് കെട്ടിത്തീർത്തു. BJP അവർ സ്വന്തമായിട്ട് ഓഫീസ് കെട്ടിത്തീർത്തു. ഈ ആം ആദ്മി പാർട്ടി അവരുടെ ഓഫീസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. CPI-ക്കാരുടെ ഓഫീസിന്റെ പണി അവിടെ നടക്കുന്നു. കോൺഗ്രസ് ഇപ്പൊ കെട്ടിടം അവരാദ്യം കെട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജൻപതി തന്നെ കഴിച്ചു തൂങ്ങാൻ വേണ്ടി ഇരുന്നിട്ട് അത് നടന്നില്ല. ഇപ്പൊ അവരുടെ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഓഫീസിന്റെ. കാരണം അത് അവിടെ വേറൊരു സ്ഥലം എല്ലാവർക്കും കൊടുത്തു, അതിനുള്ള പണവും കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ അവിടെ ഈ നീക്കം ചെയ്യുന്നവരെ മുഴുവൻ ഒരു വഴിക്ക് തള്ളിക്കളയുകയല്ല. ഇവിടെ ഞാൻ ഈ 3 ഉദാഹരണങ്ങൾ, 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരാരും വഴിയാധാരമാക്കിയിട്ടില്ല. ഇവർക്ക് എല്ലാവർക്കും താമസ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നർമ്മദയുടെ തീരത്തുള്ളവർക്ക് ഫ്ലാറ്റ് കൊടുത്തിരുന്നു, വാരണാസിയിലുള്ളവർക്ക് കട കൊടുത്തിരുന്നു. ഇവരാരും മാറ്റിയില്ല. എന്നാ പിന്നെ വാരണാസി മുസ്ലിങ്ങളല്ലായിരുന്നു, അവരെ പിന്നെ അവർക്ക് കട കൊടുക്കാതെ ഹിന്ദുക്കൾക്ക് കട കൊടുക്കാമായിരുന്നല്ലോ. അതല്ലല്ലോ ചെയ്തത്. പരമ്പരാഗതമായിട്ട് അവരുടെ കയ്യിലിരുന്നത് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് സമാനമായിട്ട് ഇപ്പം ഒരു വിഷയമില്ലാത്തതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാക്കി കൊണ്ടിരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഇത് ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടീസ് പ്രകാരം വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ സാവ്ദേ ഗ്രേവയിലെ പുനരധിവാസ നയത്തിന് കീഴിൽ 3 ചേരി ക്ലസ്റ്ററുകളിലെ താമസക്കാർക്ക് കേന്ദ്രം ഇതിനകം സ്ഥിരമായ വീടുകൾ അനുവദിച്ചു കഴിഞ്ഞു. അനുവദിച്ചിട്ടാണ് ഇവരോട് ഒഴിഞ്ഞു പോകാനായിട്ട് കേന്ദ്രം പറഞ്ഞത്. ചേരി ക്ലസ്റ്ററുകൾ സർക്കാർ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഡൽഹി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെന്റ് ബോർഡ് നയം അനുസരിച്ച് പുനരധിവാസത്തിനുള്ള താമസക്കാരുടെ യോഗ്യത നിർണ്ണയിക്കുന്നതിനായി ഡൽഹി വികസന അതോറിറ്റി DDA-യുമായി ഏകോപിപ്പിച്ച് 2024 ജനുവരിയിൽ ഒരു സംയുക്ത സർവേ അപ്പോൾ തന്നെ നടത്തിയായിട്ടുള്ള നോട്ടീസ് പുറത്തു. 24-ലെ ഇത് പുനരധിവാസം നടന്നു കഴിഞ്ഞു, അതിനുള്ള നോട്ടീസ് കൊടുത്തു. അതിനുശേഷം യോഗ്യതാ പ്രക്രിയ പൂർത്തിയാക്കി അംഗീകാരം നൽകിയതായും തുടർന്ന് സാവ്ദ ഗ്രേവ DUSIB കോളനിയിൽ ബദൽ താമസ സൗകര്യം അനുവദിച്ചതായും ഇതിൽ പറയുന്നു. അലോട്ട്മെന്റ് യോഗ്യരായ താമസക്കാരെ തിരിച്ചറിയുന്നതിനായി സർവേ നടത്തി. പ്രക്രിയ പൂർത്തിയായ ശേഷം 717 ഫ്ളാറ്റുകൾ താമസക്കാർക്ക് അനുവദിച്ചു കഴിഞ്ഞു. ഈ ഒരു സംഭവമാണ് ഇവന്മാർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഈ സാധനം പൊളിഞ്ഞു പോയി. അതാണ് ഞാൻ ഇപ്പൊ കൊണ്ടിരുന്ന വാർത്ത ഒന്നും നിലനിൽക്കാറില്ലല്ലോ. ഈ വ്യാപാര കരാറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് പീയൂഷ് ഗോയൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു ഈ കരട് വ്യാപാര കരാർ, നമ്മൾ മുമ്പ് ചർച്ചയിൽ പറയുന്ന പോലെ ഒരു കരട് വ്യാപാര കരാർ ഒപ്പിടേണ്ടതായിരുന്നു മാർച്ച് അവസാനം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ച് മാറ്റി ചിന്തിക്കുകയാണ്. കാരണം അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോ ട്രംപ് ഇന്ത്യയിലെ സോളാർ പാനലുകൾക്ക് 125% താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ 15% താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കത് സ്വീകാര്യമല്ലത്. കാരണം അത് പിന്നെ നമുക്ക് ചാർജ് കൂട്ടുകയാണ്. നമുക്ക് താരിഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു താരിഫ് അല്ലല്ലോ ഉള്ളത്. 3% താരിഫുള്ള നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ അടക്കമുള്ള ഐറ്റംസ് ഉണ്ട്, നമുക്ക് മറ്റ് ഐറ്റംസുകളുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസിനും വ്യത്യസ്തമായ താരിഫുകളാണ്. അപ്പൊ എല്ലാത്തിനും കൂടെ 15 എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അത് ഇല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ ഉടനെ ഒന്നും ചർച്ചയ്ക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഒരു വിഷുവിന് പൊട്ടിക്കാൻ വേണ്ടി വെച്ച പടക്കം വിഷുവിന് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ അത് പൊട്ടിച്ച് തീർക്കണമല്ലോ എന്ന രീതിയിലാണ് ഇപ്പൊ ഈ രാജ്യത്തെ പ്രതിപക്ഷം പോകുന്നത്.
കാരണം അവര് അപ്രധാനമായ സ്ഥലങ്ങളിലാണ് ഇതെല്ലാം കൊണ്ടിരുന്നത്. ജൻസി പ്രക്ഷോഭം തുടങ്ങിയത് നേപ്പാൾ പ്രക്ഷോഭം കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ തുടങ്ങുന്നത്. പക്ഷെ അസമയത്താണ് ഇതെല്ലാം പൊട്ടുന്നതെന്നുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പൊട്ടാൻ പോകുന്ന പടക്കം ഇതാണ്, ഈ പറയുന്ന കർഷക സമരമാണ്. അതായത് ഇവർ അണിയറയിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു വലിയ പ്രക്ഷോഭമുണ്ട്. അത് കോൺഗ്രസ് മാത്രമല്ല, അനവധി NGO സംഘടനകളുണ്ട്, പുറത്തുനിന്ന് പണം പറ്റുന്ന അനവധി സംഘടനകൾ, കർഷക സംഘടനകൾ എല്ലാം കൂടെ ഈ സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം അണിയറയിൽ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്നത്. പക്ഷെ അപ്പോൾ എന്ത് പറ്റി? കരാർ ഒപ്പിട്ടിട്ടുമില്ല, ഒന്നും അതിന് മൂവ്മെന്റ് നടന്നില്ല. പക്ഷെ സമരം ഒരുക്കി വെച്ചിരിക്കുകയാണല്ലോ, അത് തുടങ്ങാതിരിക്കാൻ പറ്റത്തില്ല, പൊട്ടിക്കണ്ടേ എപ്പോഴെങ്കിലും സാധനം. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അവര് രംഗത്തിറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളൊന്നും അതിനില്ല. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. AI ആ ഉച്ചകോടിയിൽ ആ കാണിച്ച വൃത്തികേടിന് അവരുടെ സഖ്യകക്ഷിയായ അഖിലേഷ് യാദവ് പോലും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, കുറച്ചൊക്കെ പക്വത കാണിക്കണം, ഇത് ശരിയായ ഒരു പ്രവണതയല്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വന്നു. കാരണം ഒരു രാജ്യത്തിന്റെ പരിപാടിയാണ്, BJPയുടെ പരിപാടിയാണെങ്കിൽ നമുക്ക് ഓക്കെ, മോദി പങ്കെടുക്കുന്ന ഒരു BJPയുടെ റാലിയിലാണ് അവർ ഇങ്ങനെ ഈ തുണിയുരിഞ്ഞ് കാണിക്കുന്നതെങ്കിൽ ഓക്കെ, ഒരു രാഷ്ട്രീയ ഇതാണെന്ന് പറയാം. പക്ഷെ ഇത് ഇന്റർനാഷണൽ മീറ്റിംഗിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഒളിവിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ. ഇപ്പൊ കേരളത്തിൽ അത് വാർത്ത കൊടുക്കാൻ പറ്റില്ല, കാരണം മുമ്പായിരുന്നെങ്കിൽ അവർ കൊടുത്തതന്നെ, BJPയുടെ ഫാസിസം, യൂത്ത് കോൺഗ്രസ് ഒളിവിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല, ഈ വാർത്ത എല്ലാവരും അറിയും, അതുകൊണ്ടാണ് അവർ കൊടുക്കാത്തത്. ഒളിവിലെന്ന് മാത്രമല്ല, ഓടിച്ചിട്ട് പിടിക്കുക പോലീസ് ഇപ്പം. കാരണം ക്രിമിനൽ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കാരണം വെറും ഒരു പ്രതിഷേധമല്ല, ഇത് ഇന്റർനാഷണൽ ഫെസ്റ്റ് നടക്കുന്ന രാജ്യത്തിന്റെ ഒരു പരിപാടിയിലാണത്. അല്ലെങ്കിൽ വിഷയമില്ലായിരുന്നു ഇത്. ഇതിപ്പോ ഏതെങ്കിലും ഇപ്പൊ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ കരികൊടി കാണിച്ചിട്ടില്ലേ? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയാണോ ഇപ്പൊ മുഖ്യമന്ത്രിയും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യക്കാരുമായിട്ടൊരു സെമിനാർ നടക്കുന്ന ഒരിടത്തേക്ക് വരുമ്പോൾ അതിന്റെ മാനം വേറെയാണ്, അത് പൊളിറ്റിക്കൽ ലൈൻ അല്ല. അത് പകരം അത് രാജ്യവിരുദ്ധത എന്നാണ് ഇത് പറയുന്നത്. ഇതിലൊക്കെ ആകെപ്പാടെ പെട്ടുകിടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നിലവിൽ കൊണ്ടുവന്ന 3 എണ്ണവും ചീറ്റി. രാഹുൽ ഗാന്ധിയും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അങ്ങനെയൊക്കെ ഉള്ളവർ കൊണ്ടുവന്ന 3 വിഷയങ്ങൾ ഈ മാസം ചീറ്റിയതായി ഇതിനോടകം തന്നെ അറിയിച്ചു കൊള്ളുന്നു. ഒന്ന് ചേരിയുടെ വിഷയം, അവർക്കെല്ലാം വീട് നേരത്തെ തന്നെ 2024 തന്നെ കൊടുത്തിരുന്നതാണ്. അവർ മാറാതെ വീണ്ടും ഒരുപക്ഷെ കൂടുതൽ പണത്തിന് ബാർഗെയിൻ ചെയ്യാനായിരിക്കും കിടക്കുന്നത്. ഞങ്ങൾ മാറില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫെസിലിറ്റി വേണം, പണം വേണം, അതെല്ലാവർക്കും ഉള്ളതാണല്ലോ അത്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യാപാര കരാറിനെതിരെയുള്ള സമരമാണ്. അതും ഏതാണ്ടൊക്കെ ചീറ്റിയ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതായത് പ്രതിപക്ഷത്തിന് ശക്തമായ സമരം നടത്താനുള്ള കാരണങ്ങളില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാന്ന് കവിഞ്ഞ്. അതുകൊണ്ടാണ് ഇവരുടെ സമരങ്ങളൊന്നും ക്ലച്ച് പിടിക്കാത്തത്. ഇനിയിപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 സ്ഥലങ്ങളിലേക്ക് വരികയാണ്, കേരളം അടക്കം. അവിടേക്കും അവർക്ക് വലിയ രീതിയിൽ കടന്നു കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി മുമ്പോട്ടുള്ള പോക്ക് തന്നെ വലിയ പരിതാപകരമാണ്. ഇവിടെ ഒന്നും കോൺഗ്രസ് മെയിൻ റോഡിലേക്കില്ല. ആസാമിലാണ് കോൺഗ്രസ് മെയിൻ റോഡിൽ കളിക്കുന്ന കളി. പിന്നെ രണ്ടാമത് നിൽക്കുന്ന ഇത് കേരളമാണ്. ഈ 2 സ്ഥലങ്ങളല്ലാതെ കോൺഗ്രസ് ബാക്കി എങ്ങും മെയിൻ റോഡിൽ കളിക്കുന്നില്ല. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ DMK ആണ്, പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോൾ അവിടെ DMK കൊണ്ടുവരുന്നുണ്ടല്ലോ. ആ കർഷക പ്രക്ഷോഭത്തിൽ അവര് കത്തിക്കേറും ഇല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ഇന്ത്യ അമേരിക്ക തമ്മിൽ ഡീൽ നടക്കും, അപ്പൊ ഈ കാർഷിക മേഖല തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് വർക്ക്ഷോപ്പ് നടത്തണം. ഇതൊക്കെ നമ്മൾ അണിയറയിൽ ബാനറും പോസ്റ്ററും എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ അതെങ്ങും എത്തിയിട്ടില്ല, കരാർ ഒപ്പിട്ടിട്ടില്ല. കരട് കരാർ പോലും ഒപ്പിടാൻ ഇന്നലെ പീയൂഷ് ഗോയലിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞത്? ഒരു കരട് കരാർ ഒപ്പിടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് മാർച്ച് അവസാനം. പക്ഷെ ഇപ്പോഴതിനും സാധ്യതയില്ല എന്ന് പറയുമ്പോൾ കരാറേ ഇല്ല. ഇപ്പൊ ഉടനെ ഒന്നും കരാർ ഒപ്പിടുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ ഇരിക്കുന്നത്. ട്രംപും ആ അവസ്ഥയിലല്ല, ഇന്ത്യ ഒട്ടുമല്ല. കാരണം കരാർ ഒപ്പിട്ട രാജ്യങ്ങൾ തന്നെ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുക. 20ഓളം രാജ്യങ്ങളുമായിട്ട് ട്രംപ് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞൻ രാജ്യങ്ങളൊക്കെയാണ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളൊക്കെയാണ്. ആ അവന്മാരിപ്പോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ദക്ഷിണ കൊറിയ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന്. ആ ഒപ്പിട്ടവന്മാർ തന്നെ കുഴി കിടക്കുക. അപ്പോഴാണ് ഒപ്പിടാൻ അത് കണ്ടാൽ ഇന്ത്യ കണക്ക് ഒരു രാജ്യം പോയി ഒപ്പിട്ട് തലവെച്ചുകൊണ്ട് കൊടുക്കൂ ഇല്ല. അതുകൊണ്ടിട്ട് ഇന്ത്യ ഒപ്പിടാൻ മടിച്ചു നിന്നപ്പോഴാണ് ശ്രീമാൻ ട്രംപ് ഇന്നലെ ഒരു വെരിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എന്നോട് കളിക്കാൻ നിൽക്കരുത്, കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, കൂടുതൽ താരിഫ് ചുമത്തുമെന്ന് പറയാൻ കാരണം തന്നെ ഇന്ത്യ ഒപ്പിടാത്തത് കൊണ്ടാണ്. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഈ കർഷക സമരത്തിന് ഇനി വലുതായിട്ട് ക്ലച്ച് പിടിച്ച് വരത്തില്ല ഈ രാജ്യത്ത്. കാരണം നമ്മുടെ റെഡ് ലൈൻ എന്താണെന്ന് ആദ്യം പഠിക്കണം. ഈ രാജ്യത്തിന്റെ റെഡ് ലൈനകത്തുള്ളതാണ് ക്ഷീര മേഖലയായാലും കർഷക മേഖലയായാലും. റെഡ് ലൈൻ, ഒരു രാജ്യത്തിന്റെ റെഡ് ലൈൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും അവരുടേതായ വസ്തുക്കളുണ്ട്, അതിലേക്ക് കടന്നു കയറാൻ ഒരു വ്യാപാര കരാറിനെ അവർ അനുവദിക്കാറില്ല. ഇന്ത്യയും അതേ കടുംപിടുത്തം തന്നെയാണ് തുടരുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, എവിടെയെങ്കിലും ഒക്കെ ഒപ്പിട്ടിട്ട് പോകണമെന്ന് മാത്രമേ ട്രംപിന് ആഗ്രഹമുള്ളായിരുന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഒരു നെടുങ്കം പ്രസംഗം കേട്ടായിരുന്നല്ലോ, പുള്ളിയുടെ വാർഷികം പ്രമാണിച്ചുള്ള പ്രസംഗമായിരുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേരം നിന്ന് പ്രസംഗിച്ച പ്രസിഡന്റും ട്രംപാണ്. സാധാരണ എല്ലാവരും വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ
ഒബാമയും മറ്റുമൊക്കെ ഈ 1ാം വാർഷികത്തിന് പ്രസംഗിച്ചിരിക്കുന്നത്. പുള്ളിയുടെ തള്ളു ഭയങ്കര തള്ളെന്ന് പറഞ്ഞത് തന്നെയാണ് മാധ്യമങ്ങൾ അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. 1ാം വർഷത്തെ തള്ളുകൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് തന്നെ. അദ്ദേഹം ഇന്നലെ അടിച്ചിരിക്കുന്ന കാര്യം, ഞാൻ താരിഫൊക്കെ ഉയർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും താരിഫൊക്കെ തന്ന് ഇവിടെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ആദായ നികുതി കൊടുക്കേണ്ടി വരില്ല, അത് ഞാൻ ഫ്രീ ആക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പുതിയ തള്ള്. ആദ്യം പുള്ളി കയറുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ താരിഫൊക്കെ ഞാൻ ഉയർത്തിയിട്ട് എല്ലാവർക്കും മാസം ഓരോ ചെക്ക് തരുമെന്ന് പറഞ്ഞു, ഇതിന്റെ ലാഭവിഹിതം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അത് പറയുന്നില്ല. പകരം അദ്ദേഹം പറയുന്നത് പിന്നെ ഞാൻ എല്ലാവർക്കും ഈ ആദായ നികുതി ഇളവ് കൊടുക്കും, ആദായ നികുതി അടയ്ക്കണം. നരേന്ദ്രമോദി 12 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതി കൊടുക്കണം എന്നൊരു ബഡ്ജറ്റ് പാസ്സാക്കി കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ബഡ്ജറ്റിലാണ് 12 ലക്ഷം വരെയുള്ള ഒരു നികുതി കൊടുക്കേണ്ട രാജ്യം ഇന്ത്യയെ കൊടുക്കണ്ട. അവിടെ പക്ഷെ അങ്ങനെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കർഷക സമരത്തിന് ഇനി സ്കോപ്പ് ഒന്നും ഈ രാജ്യത്തില്ല. രാജ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്തും പറഞ്ഞ് സമരം ചെയ്യാനാണ്. എല്ലാ കാർഷിക മേഖലയിലും വലിയ കുതിപ്പിലാണ്. മുമ്പൊക്കെ പറഞ്ഞാല് പിന്നെ തക്കാളിക്ക് വില ഇടിഞ്ഞു, സവോളയ്ക്ക് വില ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ വില കൂടിയെന്ന് പറഞ്ഞിട്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്. ഇപ്പൊ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇല്ല ഈ രാജ്യത്ത്. കാരണം ചെറുകിട കർഷകരെല്ലാം തന്നെ ഹാപ്പിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ചെറുകിട കർഷകരാണ്. 1/2 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ളവരെയാണ് നമ്മൾ ചെറുകിട കർഷകർ എന്ന് പറയുന്നത്. അവരെല്ലാം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞ് സമരം ചെയ്യാനാണ്? പഞ്ചാബ് കർഷക സമരം നടന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ എവിടെയെങ്കിലും BJP തോറ്റോ? ഹരിയാനയിൽ തോറ്റ് തുന്നം പാടുമെന്ന് പറഞ്ഞിട്ട് അവിടെയല്ലേ കർഷക സമരം ഏറ്റവും കൂടുതൽ കത്തിയത്? അവിടെ തോറ്റോ? മഹാരാഷ്ട്ര തോറ്റോ? പഞ്ചാബിൽ അത് എങ്ങും അത് തോറ്റില്ല. ഉത്തർപ്രദേശ്, ഇവിടെ എങ്ങും ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ജില്ലകളിലൊക്കെ അവർക്ക് 16 ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ കർഷക സമരം കഴിഞ്ഞതിന് ശേഷം 34 ലോക്സഭാ സീറ്റ് ഉണ്ടാകും. അതിനകത്ത് ഭൂരിപക്ഷം അവരൊന്നും നേടി. അദ്ദേഹത്തെ കേൾക്കാൻ പോലും ഇല്ല, ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. രാകേഷ് ടിക്കായത്ത് മാത്രമല്ല, അന്ന് സമരം ചെയ്ത ആരുമില്ല. അവർക്ക് അന്ന് തുടങ്ങുമ്പോ 41 സംഘടനകൾ ഉണ്ടായിരുന്നു സംയുക്ത കിസാൻ മോർച്ചയില്. ഇന്ന് സംഘടനകളൊന്നും ഇല്ല. ഇന്ന് ആകെ രാഹുൽ ഗാന്ധി ടീമും, അവര് കർഷകരല്ലല്ലോ. അപ്പോ ഇന്നലെ ഒരു കലപ്പയൊക്കെ എടുത്ത് തോളത്ത് വെക്കുന്നുണ്ട്. പുള്ളി തോളത്ത് വെച്ചില്ല, വേറൊരാള് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു, പുള്ളി ഇങ്ങനെ പിടിക്കുന്നു കലപ്പ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നടത്തുന്നു എന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടി നടത്തുക എന്നുള്ളതാണ്. ഇതിപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരുന്ന കോൺഗ്രസ് എന്തായിരിക്കും കേന്ദ്രത്തിനെതിരെ എന്ത് പറയാനുണ്ട്? ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് അതിന്റെ അവതാരകൻ ചോദിക്കുന്നു, എയിംസ് എവിടെയെന്ന് ചോദിക്കണം. അല്ല, തനിക്ക് വിവരമില്ലായിരിക്കും, പക്ഷെ ജനങ്ങൾക്ക് വിവരമുണ്ട്. എയിംസ് വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തി കൊടുക്കണം. ഈ കിനാലൂരിൽ കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന് അത്ര സ്ഥല പരിമിതിയാണ്. കാരണം ഓരോ സ്ഥാപനം വരുന്നതിന്, ഇപ്പൊ എയർപോർട്ട് വരുന്നതിന് 5 സെന്റ് മണ്ണിനകത്ത് എയർപോർട്ട് വരത്തില്ലല്ലോ. എയർപോർട്ട് വരുന്നതിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ചിട്ടുള്ള എയർപോർട്ട് വരത്തുള്ളൂ. അല്ലാതെ 1.5 ഏക്കർ കൊടുത്താൽ അതിന് മെട്രോയിൽ വരത്തില്ലല്ലോ. അപ്പൊ അതിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് സ്ഥലം കൊടുത്താലല്ലേ വരികയുള്ളൂ. അപ്പൊ അത് ചർച്ചയായി കഴിഞ്ഞ് BJPക്കാർ ഓടും ആ ചോദ്യം ചോദിച്ചായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമ്പോ വിവരക്കേടെന്നല്ലാതെ എന്ത് പറയാൻ അതിനകത്ത്? അറിവില്ലായ്മ ഒരു അലങ്കാരമാക്കരുത്. അത് ഞാൻ ഇന്നലെ എനിക്ക് ചിരി വന്നത് കേട്ടപ്പോ. കാരണം അത് വളരെ സീനിയർ ആയിട്ടൊരു മാധ്യമ പ്രവർത്തകനാണ്, ഡോക്ടറും ഒക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹം തന്നെ ഇരുന്നുകൊണ്ട് ഇതിനൊക്കെയുള്ള BJP അല്ല, അതിന്റെ അല്ല. നമ്മൾ വരുമ്പോൾ പറഞ്ഞ് BJPക്കാർ വരുമ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഓടിക്കോളും, എയിംസ് എവിടെയെന്ന് ചോദിക്കും. എടാ, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രം നരേന്ദ്രമോദി നേരിട്ട് വന്ന് ഫ്ലൈറ്റിൽ കൂടെ പറന്നിറങ്ങി കെട്ടിയിറക്കുന്നതല്ല കേന്ദ്ര പദ്ധതികൾ. സംസ്ഥാന സർക്കാരും തദ്ദേശ വകുപ്പും ചേർന്നിട്ടാണ് പദ്ധതികൾ താഴെത്തട്ടിൽ എത്തിക്കുന്നത്. ഒരു വീട് വന്നല്ലോ, പ്രധാനമന്ത്രി യോജന വീട് വന്നില്ലേ? ഇവിടെ എത്ര പേർക്ക് വീട് വേണ്ടെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വീടൊന്നും വേണ്ട, കാരണം ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു. എത്ര കേന്ദ്ര പദ്ധതികളാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഇല്ലേ? കേന്ദ്ര പദ്ധതികളല്ല, അതേ സംസ്ഥാന സർക്കാരിന്റെ കൂടെ ഇതിൽ കൊണ്ട് ഇത് ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ എയിംസ് വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ സ്ഥലം എടുത്ത് കൊടുക്കണം. അത് പുള്ളിക്കാരൻ അവിടെ നിന്ന് പറയുന്ന സ്ഥലമില്ല, അതാണ് ഇതാണ്. പിന്നെ ഇപ്പം കോഴിക്കോട് തന്നെ വരേണ്ടി വരും. കാരണം കോഴിക്കോട് ഇപ്പൊ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് എയിംസ് കോഴിക്കോട് തന്നെ ആയിരിക്കും വരുന്നത്. പുള്ളി അവിടെ ഇരുന്നിട്ട് പറയുകയാണ്. പുള്ളി അവരുടെ ചാനലിന്റെ ഓണർക്ക് ഇപ്പം ഓണർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ ചാനലിന്റെ ഓണർ എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതാണ്. ഇതിന്റെ യഥാർത്ഥ ഓണർ ആരാ? ഇത് എല്ലാവരും വരുന്നതിനും പോകുന്നതിനൊക്കെ ഓണറാണ്, MD ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ആരുടെ കറക്റ്റ് ഓണർ എന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആ ചാനലിന്റെ ആൾക്കാരാണ് ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും കൂടാണ്. ക്രെഡിബിലിറ്റി നന്നായിട്ടുണ്ട്. നമ്മളൊരു പണിക്കിറങ്ങിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു ക്രെഡിബിലിറ്റി വേണം ആൾക്കാരുടെ, അതല്ലേ? നമ്മളൊരു രാഷ്ട്രീയപരമായിട്ടോ ഇല്ലെങ്കിൽ അല്ലാതെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ അതിൽ ഇതായിരിക്കണം, സംശുദ്ധനായിരിക്കണം. ഇത് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണത്.